2-3 ക്യാരറ്റും അതുപോലെ തന്നെ ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് എളുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പീൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ മറന്നു പോവാണ്ട് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 3 ക്യാരറ്റാണ് എടുത്തത്. ഇതിപ്പം ചെറിയ ക്യാരറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണേ 1 ക്യാരറ്റ് കൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ 2 ക്യാരറ്റ് കൊണ്ട് ചെയ്യാം, 3 ക്യാരറ്റ് കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട ഇട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾ എന്തായാലും വാങ്ങി കഴിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇതേപോലെ പരണ്ടി കൊടുക്കുകയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരണ്ടി എടുക്കാം, അല്ല കളഞ്ഞെടുക്കാം കേട്ടോ. ക്യാരറ്റ് ഞാൻ മുഴുവനായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് കട്ടാക്കി എടുക്കണം കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നീളത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നില്ല, അതേപോലെ നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ടാക്കുന്നില്ലേ അതേപോലെ നീളത്തിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 ക്യാരറ്റ് 5 പീസാക്കിയിട്ട് കട്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര നൈസാക്കാൻ കഴിയുമോ അത്രയും നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല നേർങ്ങനെ കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 5 പീസ് കിട്ടി കേട്ടോ. ഇതിപ്പോൾ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് 5 പീസ് കിട്ടിയത്. അപ്പോൾ ബാക്കിയും കൂടി ഇതേപോലെ തന്നെ കട്ടാക്കി എടുക്കുക. മുഴുവനായിട്ട് ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 15 പീസ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഏകദേശം പഴംപൊരിക്കൊക്കെ നമ്മൾ കട്ടാക്കുന്നില്ല അതുപോലെ കട്ടാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണേ. 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കത്തി കൊണ്ട് പരണ്ടി ഇട്ട് കൊടുക്കല, എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് ഉറച്ച് പോയത് രേഷം മതിയാവും കേട്ടോ. കുറേയൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു ടേസ്റ്റിനും വേണ്ടി ഒരു ഇത്തിരി കേട്ടോ, 1 ടീസ്പൂണൊന്നും വേണമെന്നില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വരെ നെയ്യ് ഇട്ട് കൊടുക്കുക. നമ്മളെ നെയ്യ് നല്ല നെയ്യ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മളെ കയ്യിൽ നെയ്യില്ലേലൊന്നും കുഴപ്പമില്ല കേട്ടോ, പഞ്ചസാര മാത്രം മതിയാവും. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിലായിട്ട് നമുക്ക് ക്യാരറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ക്യാരറ്റ് മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ തീയുണ്ട് കേട്ടോ, തീ ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. നമ്മൾ പഴമൊക്കെ വാട്ടിയല്ലേ അതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് എല്ലാ ഭാഗത്തേക്കും നിരത്തി വെച്ച് കൊടുക്കുക. എനിക്കിതിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ക്യാരറ്റ്. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എല്ലാം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ പഞ്ചസാരല്ലേ അത് കരിഞ്ഞ് പോവുകയല്ലേ, കരിഞ്ഞൊന്നും പോവുകയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം ഈ പഞ്ചസാരയിലേക്കാവും കേട്ടോ. അന്നേരം ഇത് കരിഞ്ഞ് പോകാനുള്ള ഇത് കുറവാണ്. അപ്പോൾ ഇത് വെന്ത് വരികയുള്ളൂ, കരിഞ്ഞ് പോവുകയില്ല. മുഴുവനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഈ ഒരു സമയത്ത് അതാ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, വെള്ളം വറ്റിക്കോളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം വറ്റിക്കോളൂ. പഞ്ചസാര ഉരുകി നെയ്യും എല്ലാം ഈ ഒരു ക്യാരറ്റിൻ്റെ മുകളിൽ പിടിച്ച് വരണം. അപ്പോഴത്തേക്ക് ഈ ഒരു ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും കേട്ടോ. നമ്മളെ പഴമൊക്കെ വാടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയി കിട്ടും കേട്ടോ.
ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് നമുക്കിതൊന്നും കൂടി മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് അതിൻ്റെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ആയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അരക്കപ്പ് മാത്രം മതിയാവും കേട്ടോ, കുറച്ച് മതിയാവും. കുറച്ച് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് വയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറിയ ഏലക്കായ്, അത്ര മതിയാവും കേട്ടോ. 2 ചെറിയ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിൽ ചേർത്തതാണല്ലോ, അപ്പോൾ അത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതിയാവും. ഇതിൽ ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇതിലേക്ക്. അപ്പോൾ അത് മധുരം കറക്റ്റായിരിക്കും കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മളെ ക്യാരറ്റ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇതേപോലെ തട്ടി നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം പഴം വാട്ടിയില്ലേ അതുപോലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ പഞ്ചസാരയും അതുപോലെ തന്നെ നല്ല നെയ്യിൻ്റെ ഒരു ഇതാ ബാക്കി കാണുന്നില്ലേ ഈ ഒരു ക്യാരറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അത് നമ്മൾ ഈ ഒരു എന്താ മറ്റേ നേരത്തെ കൂട്ടുണ്ടാക്കി വെച്ചിട്ടില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. ഈ ഒരു കൂട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അധികം നേർത്ത് പോവേണ്ട ആവശ്യമില്ല. ഇതിനോട് കുറച്ചൊന്ന് നേർത്ത് പോയിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിനു. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. മുട്ടയൊക്കെ കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല നേർപ്പാണ്, കുറച്ചൊരു നേർപ്പായിരുന്നു. അപ്പോൾ ഞാനിതാ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ക്യാരറ്റ് വാട്ടിയ ആ ഒരു പഞ്ചസാരൻ്റെ ലൈന് മിക്സില്ലേ രണ്ടും നല്ല നെയ്യിൻ്റെ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞല്ലോ രേശം അത് നേർപ്പായിരുന്നു എന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടോ, അല്ല അരിപ്പൊടി കിട്ടോ, അരിപ്പൊടി ശേഷം ചേർത്ത് കൊടുത്തിനു. അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വാട്ടി വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് നുള്ളിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ തിളച്ച എണ്ണയിലേക്കിട്ട് നല്ലോണം തിളയ്ക്കണം കേട്ടോ. നല്ലോണം തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ പഴമൊക്കെ പൊരിക്കുന്നില്ലേ അതുപോലെ പൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് തിരിച്ചിട്ടും മറിച്ചിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു റെസിപ്പി? നിങ്ങൾക്ക് ഇഷ്ടമായിക്കണ്ടേ എന്തായാലും എൻ്റെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറന്നു പോകരുത്. ഇനി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്യാരറ്റ് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം കൂടി മിക്സായിട്ട് വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുത്തി കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. ഇപ്പം വൈകുന്നേരം കുട്ടിക്ക് ക്യാരറ്റ് തിന്നാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും.